ഉത്കൃഷ്ട കവികളൊക്കെ ഓർമ്മയായി പിന്നിലേക്ക് ചായുകയും സ്വപ്നമായി മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്ന ചരിത്രത്തിന്റെ സമനില പാലിച്ചവരാണ്. ഇന്നിന്റെ കവികളായിരിക്കുമ്പോൾ തന്നെ അവർ ഇന്നലെയുടെ കവികളുമാണ്, നാളെയുടെ കവികളുമാണ്. ക്ലാസിക് എന്ന് പറയുന്ന സങ്കല്പം തന്നെ കാലാതിവർത്തിയായി തീരുന്നത് യുഗദീർഘമായ മനുഷ്യ സഞ്ചാര പഥങ്ങളെ ഒന്നാകെ കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം, ഒരു നാളും മരിക്കില്ല, ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ എന്നാണ് പ്രയാണം എന്ന കവിതയിൽ വയലാർ പറയുന്നത്. മനുഷ്യനും ഉച്ചരിച്ചപ്പോൾ വയലാർ കണ്ടത് അനന്തയുഗങ്ങളിൽ കൂടി തളരാതെ അജയ്യ നിശ്ചയദാർഢ്യത്തോടു കൂടി പോരാടി കയറി വന്ന് പൊട്ടിയും പൊടിഞ്ഞും തകർന്നും അടർന്നും വീണുപോയും വീണ്ടും എഴുന്നേറ്റും പുതിയ ചരിത്രം നിർമ്മിക്കാൻ ശേഷിയുള്ള മനുഷ്യവർഗ ശക്തിയെ ഒന്നിച്ചാണ് മനുഷ്യനും എന്ന് ഉച്ചരിച്ചപ്പോൾ വയലാർ കണ്ടത്. അത് പ്രാക്തന ചരിത്രം തൊട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ കാവ്യമാണ് സർഗസംഗീതം. ഒരുപക്ഷെ ശാർദൂല വിക്രീഡിതം പോലുള്ള ശ്ലോകങ്ങൾ ഒരുപിടി ശ്ലോക കമ്പക്കാർ വരണ്ട ലക്ഷണത്തിന് കാരിക ഉണ്ടാക്കുന്ന ശ്ലോകങ്ങൾ എഴുതി കഴിച്ച കാലത്ത് കവിതയും സംഗീതവും സൗന്ദര്യവും തികഞ്ഞ ശ്ലോകങ്ങളിലൂടെയാണ്. സർഗസംഗീതം ശാർദൂല വിക്രീഡിതത്തിൽ എഴുതപ്പെട്ടതാണെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോൽപിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എൻ ദർശനം. ആ മൺമത്തകൾ അറ്റുനോറ്റ മധുരസ്വപ്നങ്ങളിൽ ജീവിതപ്രേമം പാടിയ സാമഗാന ലഹരി ഹർഷാഞ്ചിത ആത്മാക്കളായി ഹാ മന്വന്തര ഭാവശില്പികൾ എനിക്ക് എന്നേക്കുമായി തന്നതാണ് ഓമൽ കാർത്തിക നെയ്വിളക്കെരിയുമീ ഏകാന്തയാഗാശ്രമം. നാദം ശൂന്യതയിങ്കൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാല ഒരിടത്തൊന്നായി തുടിച്ചിടവേ ആ ദാഹിച്ചു വിടർന്ന ജീവകലികാനാളങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ. വെറുതെ എങ്ങനെ പറഞ്ഞാൽ മതി. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിടുവാൻ ആളല്ലൻ കരവാള് വിട്ടൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. രാഗം താളലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനും ഈ നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. ഞാൻ ഈ ജാലകവാതിലിൽ ചെറുമുളം തണ്ടിൽ നുറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ ശാരദേന്ദുകലയെ പാവാട ചാർത്തിക്കുവാൻ. ഹാ നിത്യം ചിറകിട്ടടിച്ച് ചിതറി കീറി പറപ്പിച്ചുവോ ഞാൻ ഈ സർഗ തപസ്സമാധിയിൽ ഇരിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ ഓരോ ജീവഗണത്തിനുള്ളിലും ഉണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസനാശക്തിയായി ചിരതപസ്സങ്കല്പ സങ്കേതമായി ഓരോ മാസ്മര ലോകമുണ്ട്. അതിലെനിക്ക് എന്നെ അന്തരാത്മാവിലെ തേരോടിക്കണം എന്റെ കാവ്യകലയെ കൊണ്ട് ആകുവോളം വരെ. ഇങ്ങനെ സർഗസംഗീതം വെറുതെ പറഞ്ഞാൽ അതിൽ വയലാറുണ്ട്. എന്റെ കാവ്യകലയെ കൊണ്ട് ആകുവോളം വരെ ആ ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിലിരുന്ന ഋഷീശ്വരന്മാരിൽ നിന്ന് ചരിത്രത്തെ മുന്നോട്ട് കുതിപ്പിച്ച ഭൗതികവാദത്തിലൂടെ അങ്ങനെയാണ് ചരിത്രത്തിന്റെ പൂർണ്ണഗതിയിലൂടെ സമ്പൂർണ്ണ കവിയായിട്ട് സഞ്ചരിക്കുകയാണ്. പുരുഷാർത്ഥങ്ങളെ പിന്നിട്ട് കൊണ്ടുവന്നു, പുരുഷാർത്ഥങ്ങളെ സൃഷ്ടിച്ചു. കേസരിയെ ബാലകൃഷ്ണപിള്ള മരിച്ചപ്പോൾ മാടവനപ്പറമ്പിലെ ചിത എന്ന കവിതയിൽ എഴുതുന്നുണ്ട്. കേസരിയെ കുറിച്ചാണ്. എന്നെ ഈ ശതാബ്ദത്തിൻ തോളത്ത് കയ്യും വെച്ച് നിന്ന് എതിരേൽക്കാൻ ത്രികാലജ്ഞനാം ഭവാൻ വന്നു. പേർഷ്യയിൽ അറേബ്യയിൽ പുരുഷാർത്ഥങ്ങൾ പൂത്തൊരേഷ്യയിൽ മുഖച്ഛായ നേടിയ സംസ്കാരങ്ങൾ ആദ്യമായൊരു മന്വന്തരത്തിൻ മൺകുത്തിന്മേൽ ചാർത്തിയ പുളകങ്ങൾ വിടരും ഖനികളിൽ വിടരും സയൻസിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ ഇടിഞ്ഞ ചരിത്രത്തിൻ വിടരും സയൻസിന്റെ സർഗമണ്ഡലങ്ങളിൽ ഇടിഞ്ഞ ചരിത്രത്തിൻ കോട്ടക്കൊത്തളങ്ങളിൽ ഏകാന്താധ്വക ഭവാൻ നടന്ന് കയറിയിടത്ത ഭാവന ഏതുണ്ട് ഈ വിശ്വപ്രകൃതിയിൽ. ഇത്രയും വയലാറിനോട് ചോദിക്കാം. വയലാറിന്റെ ഭാവന കടന്നു ചെല്ലാത്ത മാർഗങ്ങളില്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ടതൊക്കെ വയലാർ കാവ്യവിഷയമാക്കി.
മനുഷ്യന്റെ കവിയായി ശതാബ്ദങ്ങൾ പിന്നിട്ട് വരുന്നു ഞാൻ. ഈശ്വരനല്ല, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. ഇതാണ് ആ കവിയുടെ സത്ത, പച്ചമണ്ണിന്റെ മനുഷ്യത്വമായിരുന്നു. അതുകൊണ്ടൊരു പക്ഷേ പുരാതന സംസ്കൃതികളെ അന്വേഷിക്കുന്നവർക്ക് ആ കവിതയിൽ വേരുണ്ട്. വർത്തമാനകാലം, ശാസ്ത്രത്തിന്റെ ഏറ്റവും വർത്തമാനകാല ദീപ്തമായ മുഖമുണ്ട്, ശാസ്ത്രയുക്തി ഉണ്ട്, കമ്മ്യൂണിസമുണ്ട്, ഗാന്ധിയുണ്ട്, ലോകത്ത് മനുഷ്യന് വേണ്ടി ഉണ്ടായ എല്ലാമുണ്ട്, പ്രകൃതിയുണ്ട്. പ്രകൃതി തന്നെയാണ് പ്രധാനം. പ്രകൃതിയിൽ ആണ്ട് മുങ്ങി കേരളീയ പ്രകൃതി മുഴുവൻ നിറച്ചു വെച്ച പാനപാത്രങ്ങളാണ് വയലാറിന്റെ കവിതകൾ. മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാരചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ഇവിടമാണ് ഇതിഹാസരൂപിയാം ഈശ്വരൻ ഇറങ്ങിയ തീരം. ഇവിടമാണ് ആദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഇതിന് സംഗീതമൊന്നും കൊടുക്കണ്ട. ഇത് വെറുതെ പറഞ്ഞാൽ അതിനകത്തൊരു സംഗീതം ഉണ്ടാവും അല്ലെ? വയലാർ ദേവരാജന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ അതിനകത്ത് സംഗീതമുണ്ട്, സംഗീതമുള്ള വരികളാണ്. ഓരോ വരികൾ എടുക്കും. നിങ്ങൾ വയലാറിന്റെ ഏത് വരി എടുത്ത് സിനിമ പാട്ടിലേക്ക് കടന്നാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് കണക്കാത്തത്. ഇദ്ദേഹം ഉടപാടൊരുക്കി വീണ തീർത്ത് ഉറക്കുപാട്ടുകാരനായി എന്ന് പറഞ്ഞിട്ടാണല്ലോ വാളല്ല സമരായുധം എഴുതിയപ്പോൾ വിപ്ലവകാരികളൊക്കെ കൂടി കുഴപ്പമുണ്ടാക്കി. ഇങ്ങനെ വിപ്ലവമൊക്കെ നിർത്തി ഇപ്പൊ പാട്ടും പാടി നടക്കാൻ പോവുകയാണ്, വീണ വാങ്ങിയിരിക്കുകയാണ്. അതിന് മറുപടിയും പറഞ്ഞു, ഉടപാടൊരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, കാറ്റടിച്ചിളകുന്ന കാലത്തിൻ താരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ. ഉടവാളിനെക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാകും. ഉടവാട് കൊണ്ട് കൊന്നു തീർക്കാനേ പറ്റൂ. വൈകാരിക പരിവർത്തനമാണ് ഉണ്ടാകേണ്ടത്. മാറ്റം എന്നത് ഒന്നും തകർത്തും ഇടിച്ചും പൊളിച്ചും ഉണ്ടാക്കേണ്ടതല്ല, മനസ്സിൽ വൈകാരിക പരിവർത്തനങ്ങൾ കൂടെ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് അറിയില്ലെങ്കിൽ ചെന്ന് ചോദിക്കൂ. മനസ്സിലെ മറവി ഉറക്കിയ മൗനത്തോടെ എന്നെ പറ്റി അനുഭൂതികൾ വന്ന് വിരൽ തൊട്ട് ഉണർത്തുമ്പോൾ അവയോട് അന്വേഷിച്ചാൽ അറിയാം എന്നെപ്പറ്റി. നാളത്തെ പ്രഭാതത്തിൽ സിന്ദൂരാരുണ ജ്വാലാനാളങ്ങൾ പറയും ഈ തീയിന്റെ ഇതിഹാസം. വിരിയും ചിപ്പിക്കുള്ളിൽ സ്വപ്നത്തിൻ മുത്തുണ്ടെങ്കിൽ അവയോട് അന്വേഷിച്ചാൽ അറിയാം എന്നെപ്പറ്റി. അപ്പൊ നമ്മൾ കവിതയൊന്നും പ്രസംഗിക്കൊന്നും വേണ്ട, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിൽ സ്വപ്നത്തിന്റെ മുത്തുണ്ടെങ്കിൽ. ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞത്. കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ ചിതറി തുള്ളി തുള്ളി ചാട്ടവാറിളകുമ്പോൾ നടുങ്ങി പോവുകയാണ് മനുഷ്യൻ. പ്രപഞ്ച ഗോപുര വാതിൽ തുറന്ന് പണ്ട് മനുഷ്യൻ വന്നു, വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നൊരുക്കാൻ നിന്നു. ഇതൊക്കെ കവിതയുടെ ഉദ്ധരണികളാണ്. എനിക്ക് നിന്ന് വേണമെങ്കിൽ മുഴുവൻ കവിതകൾ ഉദ്ധരിക്കാം. പക്ഷെ കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യമില്ല. കവിതകൾ ഉദ്ധരിച്ചാൽ തന്നെ ഒരു ദിവസം മുഴുവൻ പ്രസംഗിച്ചാലും വയലാറിന്റെ കവിതകൾ വെറുതെ നിന്ന് പറഞ്ഞാൽ തന്നെ ഭാഷ ധന്യമായി തീരും. വളരെ ലളിത കോമളമായ വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതീ പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമര പൊയ്കകൾക്കക്കരെ ഭാർഗവരാമൻ വിരിച്ചിട്ട സഞ്ചാര വീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ട് നടക്കുന്ന കാമസ്വരൂപനെ. അവിടെ നിർത്താം. ശ്രീരാമനെ കണ്ടു. ശ്രീരാമൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നില്ല, ഏതോ തപോധനർ കൊണ്ട് നടക്കുകയായിരുന്നു. അതാണ് അന്നും ഇന്നും പ്രശ്നം. ശ്രീരാമനെ ഒറ്റയ്ക്ക് നടക്കാൻ സമ്മതിച്ചില്ല, ചിലര് കൊണ്ട് നടക്കുകയാണ്. ഈ വിമർശനമാണ് വയലാർ അന്ന് ഉദ്ധരിച്ചത്. ഇന്നത് പ്രസക്തമാണ്. ആരോ കൊണ്ട് നടക്കുന്നു എന്നിട്ട് പറയുന്നു, വില്ലുകുലയ്ക്കൂ, ശരം തൊടുക്കൂ, രാമ കൊല്ലൂ, നിശാചരി താടകയാണിവൾ. പാവം ശ്രീരാമനോട് കൊല്ലൂ എന്ന് ആജ്ഞാപിച്ച് കൊണ്ടു നടക്കുന്ന കുറെ തപോധനർ. താടി വളർത്തും തപസ്സിതൻ കണ്ണുകൾ, അല്ലെ? ചില പ്രതീകങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അങ്ങനെ വെറുതെ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി ആലോചിച്ചാൽ മതി. താടി വളർത്തും തപസ്സിമാർക്ക് ഇങ്ങനൊരു ദൃഷ്ടി കൂടിയുണ്ട്. അവർ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ശ്രീരാമനെ കൊണ്ടു നടക്കുകയാണെന്ന് താടക എന്ന ദ്രാവിഡ രാജകുമാരിയിൽ പറഞ്ഞു. പക്ഷേ അവിടെ തന്നെ ഈ താടക ശ്രീരാമനെ ചെന്ന് കാണുന്നൊരു പ്രണയോദാരമായ രംഗമുണ്ട്. ഞാൻ വടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾവരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ
ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമരമൊട്ടിളം പൂവിരൽ ഓടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നുപോയി രാമന്റെ കണ്ണുകൾ. മുത്തുകിലുങ്ങും മൊഴിയുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക, ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണ സിംഹാസനം? ആ അനുരാഗത്തിൽ പോലും രാഷ്ട്രീയമുണ്ട്. ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണ സിംഹാസനം? ആ ചോദ്യം എപ്പോഴും ബാക്കി നിൽക്കുക. സൂര്യവംശം ഉണ്ടാക്കിയെടുത്ത ഒരു മഹത്തായ പൈതൃകത്തെ ആര്യഗോത്രങ്ങളുടെ അഹങ്കാരത്തിന് അടിയറ വയ്ക്കും. ഈ രാഷ്ട്രീയമായ ചോദ്യം ഉന്നയിച്ചു എന്നത് തന്നെയാണ് വയലാറിന്റെ കാലത്തെയും പ്രസക്തി. അതെല്ലാ കവിതകളിലും അദ്ദേഹം പറഞ്ഞു. ഈശ്വരൻ ഹിന്ദു അല്ല, ഇസ്ലാം അല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ഒരു സിനിമ പാട്ടിലാണ്. CID വേഷം മാറി നടക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. CIDക്ക് വേഷം മാറി നടക്കുമ്പോൾ ഏത് പാട്ടും പഠിക്കൂടെ? പരിപ്പുവട പപ്പടവട എന്ന് പാടാം, വൈദിസ് കൊലവറി ഡിന്ന് പാടാം, ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കണ്ടാണ്ടെന്ന് പാടാം. CIDക്ക് വേഷം മാറി നടക്കുമ്പോൾ ഇന്ന പാട്ട് പാടണമെന്നില്ല അല്ലേ? ഈ പാട്ട് ഒരു സിനിമയിലെ പാട്ടാണ് അല്ലേ? ആർക്കെ ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കണ്ടാണ്ടം. എന്റെയും ആർക്കയുടെയും വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് കവി. ആരെയും കുറ്റപ്പെടുത്താനല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, എൻ്റെ മലയാള ഭാഷ വെച്ച് എനിക്ക് കിണ്ടാണ്ടം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയും പാട്ടെഴുതാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയിട്ടാണ് ആ വരിയിൽ വയലാർ എഴുതിയത്, കാവി ചുറ്റിയ സന്ധ്യയ്ക്ക് പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ഇത്രനാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ഭാരതത്തിന്റെ വേദാന്തം അങ്ങനെ പേടിക്കേണ്ടതൊന്നുമല്ല. ഭാരതീയത അദ്വൈത വേദാന്തത്തിന്റെ മഹാകേദാരമാണ്. അത് അദ്ദേഹത്തിന്റെ ബഹുമാനവുമാണ്. അദ്വൈതത്തെ ബഹുമാനിച്ച ആളാണ്, ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഈ അദ്വൈത വേദാന്തത്തെ മറച്ചു പിടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന്, അന്ധകാരത്തിനെ കാവ്യ ഉടുപ്പിച്ച് സന്ധ്യ പടിഞ്ഞാറ് വന്നു എന്നും അദ്ദേഹം കാലത്ത് എഴുതിയിട്ടുണ്ട്. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിനെത്ര വയസ്സായി? തുലാഭാരം നാടകം. അബ്ധിത്തിരകൾ തൻ വാചാലതയ്ക്കതിന് ഉത്തരമില്ലായിരുന്നു. ഉത്തുംഗ വിന്ധ്യ ഹിമാചലങ്ങൾക്ക് അതിന് ഉത്തരമില്ലായിരുന്നു. ആര്യവംശത്തെ ഹരിശ്രീ പഠിപ്പിച്ച യാജ്ഞവൽക്യൻ മുനി പാടി സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. അല്ലെ? സ്വർണം കൊണ്ട്, സത്യത്തിന്റെ, ധനം കൊണ്ട്, അധികാരം കൊണ്ട് സത്യത്തിന്റെ മുഖം മൂടിയിരിക്കും. ഇത് പ്രഖ്യാപിച്ച കവിയൻ. എക്കാലത്തും മാറി വരുന്ന ചില മുഖം മൂടികൾ സത്യം മറച്ചു വയ്ക്കും. ഏഴകൾ അനാഥരാകും, പാവപ്പെട്ടവർ ദുഃഖിതർ, അനാഥർ, ദരിദ്രർ, തിരസ്കൃതർ, അവരുടെ പക്ഷത്തു നിന്നാണ് വയലാർ പാടിയത്. അതൊരു പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയമല്ല, മനുഷ്യന്റെ അതിജീവന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വയലാർ ഉപേക്ഷിച്ചിട്ടില്ല. വയലാറിന്റെ സിനിമ പാട്ടിലൊക്കെ അതുണ്ട്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പാട്ടിലാക്കിയ അപൂർവ കവിയുള്ള ഒരാളാണ്. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. യുണൈറ്റ് എന്ന ഒരു സർവരാജ്യ ആശയമാണ്. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം, ഇങ്ങനെ വിപ്ലവം. അത് മാത്രമല്ല ഈ കവി. പക്ഷേ ഋതുക്കളെ, പ്രകൃതിയെ, മനുഷ്യ സ്വപ്നങ്ങളെ ഒക്കെ സ്നേഹം ചാലിച്ചാണ് വയലാർ നമ്മെ പഠിപ്പിച്ചത്. സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണ് നേരത്തെ അവരെ ഉദ്ധരിച്ചില്ലേ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ അദ്ദേഹം നേരിട്ട് തന്നെ പ്രഖ്യാപിച്ചൊരു പാട്ടുണ്ട്. മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. മനസ്സിലെ ദൈവം മനുഷ്യനു നൽകിയ മണിവിളക്കല്ലോ സ്നേഹം. തുടയ്ക്കേണം, മിനുക്കേണം, തൈലമൊഴിക്കേണം, തിരിയിട്ടു കൊളുത്തേണം സ്നേഹം. നമ്മൾ തിരിയിട്ടു കൊടുത്തേണം സ്നേഹം. കുമാരനാശാന് ശേഷം സ്നേഹത്തെ ഇത്ര ഉച്ചസ്ഥരം പാടിയ ഒരു വലിയ കവി നമുക്ക് വേറെ ഇല്ല. അക്കിത്തത്തെ പോലുള്ള കവികളൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയേറെ ആളുകളോട് അവർ സമ്മതിച്ചില്ല.
അക്കിത്തവും കുമാരനാശാൻ പോലും വയലാർ നേരിട്ട് സംസാരിച്ചത്ര ആളുകളോട് സംസാരിച്ചില്ല. കാരണം ചലച്ചിത്ര ഗാനം, നാടക ഗാനം എന്ന് പറയുന്ന ഒരു പുതിയ മാധ്യമത്തിലൂടെയാണ് വയലാർ ഈ സംസ്കൃതിയെ പ്രക്ഷേപിച്ചത്. വയലാറിന്റെ കവിത മാത്രമല്ല, കാളിദാസൻ തൊട്ട് ഉപനിഷത്തുകാരൻ തൊട്ട് ബൈബിൾ തൊട്ട് ഏതൊക്കെ ലോകത്ത് കവിതയും മാനവികതയും സ്നേഹവുമുള്ള ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ചേർത്താണ് വയലാർ പാട്ടെഴുതിയത്. വയലാറിന്റെ കവിത ബൈബിൾ വചനങ്ങളും ഖുറാൻ സൂക്തങ്ങളും ഹൈന്ദവ ദർശനങ്ങളും ഉപനിഷത് വാക്യങ്ങളും ഋഗ്വേദ സൂക്തങ്ങളും സാമവാദ വേദ സൂക്തങ്ങളും മാർക്സിസ്റ്റ് ആശയങ്ങളും ശാസ്ത്രമൊക്കെ കൂടി ചേർന്ന് കലങ്ങി മറങ്ങി ഒരുതരം ഒരു നദി പോലെ ഒഴുകാണ്. അതിലെല്ലാം ഉണ്ട്. വയലാടത്തൊക്കെ പറഞ്ഞു, ചലനം ചലനം ചലനം, മാനവ ജീവിത പരിണാമത്തിൽ മയൂര സന്ദേശം, വാത്മീകി പാടി, വള്ളുവർ പാടി, വാഴ്വേ മായം, ഈ യുഗം സ്നേഹിച്ച കവികൾ തിരുത്തി, വാഴ്വേ സത്യം. ഈ വാഴ്വിന്റെ സത്യം, ജീവിതത്തിന്റെ സത്യം വിളംബരം ചെയ്യാൻ വേണ്ടി അനന്ത യുഗങ്ങളിൽ കൂടി അജയ്യമായി പോരാടി കയറി വന്ന മനുഷ്യ ശബ്ദമാണ് വയലാർ ഉച്ചരിച്ചത്. മനുഷ്യനിൽ പ്രകൃതിയുണ്ടായിരുന്നു. മനുഷ്യൻ എന്ന് അദ്ദേഹം ഉച്ചരിച്ചപ്പോൾ പ്രകൃതിയെ കൂടി ചേർത്താണ് മനുഷ്യനെ കണ്ടത്. എല്ലാ ഋതുക്കളും, വയലാറിന്റെ കവിതകളിൽ ഇല്ലാത്ത ഋതുക്കളില്ല. ഞാൻ പറയാറുണ്ട്, വയലാർ തന്നെ ഒരു ഋതുവാണ്. നമുക്ക് 6 ഋതുക്കളല്ല, വയലാർ എന്ന ഒരു 7ാമത്തെ ഋതുവും കൂടി ചേർന്നാലേ മലയാളിയുടെ സർഗജീവിതം പൂർത്തിയാവുള്ളൂ. വയലാർ 7ാമത്തെ ഋതുവാണ്. നിങ്ങൾ നോക്കൂ, വയലാറിന്റെ കവിതയിൽ ഇല്ലാത്ത പൂക്കളുണ്ട്. നമുക്കിന്ന് കാണാത്ത എത്ര പാരിജാതം നമ്മളിപ്പോ കാണുന്നില്ല. പാരിജാതം തിരുമിഴി തുറന്നു, അല്ലെ, പവിഴമുന്തിരി പൂത്തുവിടർന്നു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ, ശംഖുപുഷ്പം നെന്മേനി വാഗപ്പൂവ്, കായാമ്പൂ കണ്ണിൽ വിടരും. നിങ്ങളുടെ തെരഞ്ഞു നോക്കൂ, വയലാർ കവിതയിലെ പുഷ്പങ്ങൾ എന്നൊരു ഗവേഷണം നടത്തിയാൽ ലോകത്തുള്ള, ഇവിടുത്തെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പുഷ്പങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവന്നു. 82 പൂക്കളാണ്. പാട്ടുകൾ പൂക്കൾ മാത്രമല്ല, അത് ഗവേഷണം ചെയ്യാവുന്ന വിഷയം. എത്ര പൂക്കളാണ് അത്. വെറുതെ പൂക്കളെ പറ്റി പറയാം. മൂടൽ മഞ്ഞ മുല കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ നിത്യകാമുകി നിൽപ്പൂ ഞാനീ നിശാനി കുഞ്ചത്തിനരികിൽ. എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ, ഏകാന്ത ജാലകം തുറക്കൂ. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു. ഈ പവിഴമുന്തിരിയൊക്കെ വരുന്നത് വാസ്തവത്തിൽ സോളമന്റെ ഉത്തമ ഗീതത്തിൽ നിന്നാണ്. സോങ് ഓഫ് സോങ്സ്, പഴയ ബൈബിളിലെ സോങ് ഓഫ് സോങ്സിലാണ് ഈ പവിഴമുന്തിരി മറ്റേ യെരൂശലേം കന്യകമാരില്ലേ, ചില പാട്ടിലൊക്കെ വരുന്നുണ്ട്. യെരൂശലേം കന്യകമാർ ഏതാ പാട്ടല്ലേ? പറുദീസയിലെ പകുതി വിരിഞ്ഞൊരു പാതിരാമലർപ്പൂ, ഈ വഴിയരികിൽ ഒരുങ്ങി നിൽക്കുമോരിടയ കന്യക. ആ ഇടയ കന്യക നമുക്ക് അധികാരത്തിൽ എഴുന്നേറ്റ് മാതള കൈകൾ പൂത്തിരിക്കുന്നുവെന്നും അല്ലെ അവരികൾ പറയുന്നില്ലേ, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, മുന്തിരി തളിർത്തിരിക്കുന്നുവെന്ന് നോക്കാം, അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രണയം തരും. യെരൂശലേം കന്യകമാരെ, അവനെ ഓർത്ത് ഞാൻ പ്രണയ പരവശയായിരിക്കുന്നു. എത്രയോ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ശലമോന്റെ ഗീതത്തിൽ നിന്നാണ് വരുന്നത്. സ്ഥിതാക്ഷണം പക്ഷ്മസ്സു താടിതാധര പയോധരേൽസേത നിപാത ചൂർണിത വലീഷു തസ്യാസ്ഖലിത പ്രഭേദിരേ ചിരേണനാഭിം പഥമോദ ബിന്ദവ. തോമസ് മാത്യു സാർ കരിക്കുമ്പോൾ എത്രയോ തവണ പഠിപ്പിച്ചിട്ടുണ്ടാവും. കുമാരസംഭവത്തിൽ ആദ്യത്തെ മഴത്തുള്ളി പാർവതിയുടെ കൺവീലികളിൽ വന്ന് തട്ടി അത് കവിളിലൂടെ ഒഴിച്ചിറങ്ങി പൊക്കിൾക്കുഴി വരെ സഞ്ചരിച്ച യാത്രയുടെ അതിമനോഹരമായ വർണ്ണനയാണ്. ഇതൊന്നും നമ്മൾ വായിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ വയലാറിന്റെ പാട്ടിൽ ഇത് വായിച്ചു. കൺപീലികളിൽ തങ്ങി, സ്ഥിതാക്ഷണം പക്ഷ്മസ്സു, നേരിട്ടുള്ള പരിഭാഷയാണ്. കൺപീലികളിൽ തങ്ങി, കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി, മാറിൽ തട്ടി തടഞ്ഞ് ചിതറി, മൃദുരോമങ്ങളിൽ ഇടറി, പുക്കിൾക്കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ട് ശ്രീപാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി. പനിനീർമഴ, പൂമഴ, തേന്മഴ,
മഴയിൽ കുതിരുന്നൊരഴകെ നനയുന്നത് കഞ്ചുകമോ സഖി നിന്നെ നമ്മൾ ഈ പാട്ട് ഭൂമിദേവി പുഷ്പിണിയായി എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. കുട്ടികൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കണം, കാളിദാസനിലേക്ക് എത്ര ആഴത്തിലാണ് ആ പാട്ട് വേരാഴ്ത്തി നിൽക്കുന്നത്. അതാണ് വയലാറിന്റെ പാട്ടുകളുടെ ഒരു സവിശേഷത. ഈ പറഞ്ഞതുപോലെ കിണ്ടാണ്ടം പാട്ടുകളല്ല. കിണ്ടാണ്ടം പാട്ടുകൾക്ക് ഭൂമിയിലും ആകാശത്തും വരില്ല. പക്ഷേ വയലാറിന്റെ പാട്ടുകൾ ഇതുവരെയുള്ള പ്രപഞ്ച കാവ്യ ദർശനങ്ങളിൽ മുഴുവൻ വേരാഴ്ത്തി നിൽക്കുകയാണ്. ഡാലിയാപ്പൂക്കളെ ചുംബിച്ചു ചുംബിച്ച് ദാഹിച്ചുറങ്ങും പ്രിയ മനോരാജ്യമേ, ഹേമാംബരാഡംബരാംഗിയായി മേവുന്ന ഹേമന്തരാത്രിതൻ മുഗ്ധ സൗന്ദര്യമേ, ഓടക്കുഴലിൻ സ്വരാമൃതമോ കയ്യിൽ ഓമർ ഖയാമിന്റെ മുന്തിരിപാത്രമോ, ഷെല്ലി രചിച്ചോരനശ്വര കാവ്യമോ. നിഴലാട്ടം എന്ന സിനിമയിലെ ഒരു പാട്ടിന്റെ ആദ്യത്തെ പല്ലവിയിൽ ഏതൊക്കെ വരികളുണ്ട്? ഹേമാംബരാഡംബരാംഗി. ഇത് ലളിതാ സഹസ്രനാമത്തിലെ വരികളാണ്. ഹേമാംബരാഡംബരാംഗി എന്നുള്ളത് ലളിതാ സഹസ്രനാമത്തിനാണ് വരുന്നത്. ഷെല്ലി യൂറോപ്യൻ റൊമാൻറ്റിക് കവികളിലെ ഏറ്റവും ഉന്നതനാരാണ്. ഓമർ ഖയാം അല്ലേ? ഇങ്ങനെ ഒരു വരിയിൽ തന്നെ പലതും ചേർക്കുക. ഒരു 4 വരി പാട്ടിലൂടെ മലയാളികൾക്ക് ഇതപര്യന്തമുള്ള ആഗോള സഞ്ചിത കാവ്യ സംസ്കാരം മുഴുവൻ പകർന്നു കൊടുക്കാൻ വയലാറിന് സാധിച്ചു. വെറുതെ അല്ല വയലാർ അനശ്വരനായത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാമെണ്ണ തേച്ച് അരയിലൊറ്റമുണ്ടുമായി തിണ്ണമേല വരുമെന്നതാങ്കി മുക്കണ്ണനേക്ക് മിഴികൾക്കൊരു ഉത്സവം. ആർക്കൊക്കെ അറിയാം, ഇത് വള്ളത്തോളിന്റെ വരിയാണ്. ഈ വരിയൊന്നും ആള് വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ വരിയിൽ നിന്ന് 4 വരിയിൽ നിന്ന് 2 പാട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാമെണ്ണ തേച്ച്. വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി. ഈ പാട്ട് കുട്ടികൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഈ പാട്ട് കേട്ടവരുണ്ടാവും. ഇതിന് 2ാമത്തെ പാട്ട് വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാ വെണ്ണ തേച്ച് അരയിലൊറ്റ മുണ്ടുമായി. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ, അണിവൈരക്കമ്മലിട്ട പെണ്ണേ, ആടിവാ തുള്ളിയോടിവാ ആടി മാസ പുലരി പെണ്ണേ. ഇങ്ങനെ ഓരോ പാട്ടുകൾ മാത്രം, ഓരോ പാട്ടിന്റെ വേരന്വേഷിച്ചു പോയാൽ വയലാർ കാളിദാസനെ മുഴുവൻ പരിഭാഷപ്പെടുത്തിയ ഒരൊറ്റ പാട്ടുണ്ട്. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. കടൽപ്പാലം. അതില് വിക്രമാദിത്യന്റെ ഒരു സഹോദരി കാളിദാസനെ പ്രണയിച്ചിരുന്നു എന്നൊരു കഥയുണ്ട്. പക്ഷേ രാജാവിനെ ചക്രവർത്തിയെ പേടിച്ചത് പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല. അവസാനം കാളിദാസൻ മരിച്ച് കാളിദാസന്റെ പ്രതിമ സ്ഥാപിച്ചപ്പോൾ തന്റെ പ്രണയപൂർത്തിക്ക് വേണ്ടി ആ സഹോദരി പോയി ആ കൽപ്രതിമയിൽ മാലയിട്ടു എന്നൊരു നാടോടി കഥയിൽ നിന്നാണ് ഈ സങ്കല്പം ഉണ്ടാകുന്നത്. അതിൽ ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്ന മാളവിക, അതിൽ ഉർവശിയുണ്ട് മാളവികയുണ്ട്. വിക്രമോർവശിയം മാളവികാഗ്നിമിത്രം 2 നാടകത്തിലെ കഥാപാത്രങ്ങളാണ്. ഋതുദേവതയായി നൃത്തം വെച്ചു. ഋതുസംഹാരമാണ് അല്ലെ? ഋതുദേവതയായി നൃത്തം വെച്ചു. മുനികന്യകയായി പൂജിച്ചു. മുനികന്യക അഭിജ്ഞാന കുമാരസംഭവത്തിലെയാണ്. മുനികന്യക അഭിജ്ഞാന ശാകുന്തളത്തിലെയാണ്. ഹിമഗിരി കന്യയായി തപസ്സിരുന്നു, അത് കുമാരസംഭവത്തിലെയാണ്. ഇങ്ങനെ കാളിദാസന്റെ കവിതകളെ മുഴുവൻ ഒരു പാട്ടിൽ കോർത്തിണക്കുക. ഇങ്ങനെ നമുക്കൊരു കാവ്യ വിദ്യാഭ്യാസം കൂടി വയലാർ തന്നു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. ഈ ശംഖുപുഷ്പം കണ്ടൊരാൾക്കറിയാം അതിന്റെ കണ്ണെഴുത്ത് എത്ര മനോഹരമാണ്. അത് കാണാത്തവർക്കൊന്നും മനസ്സിലാവില്ല. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അങ്കച്ചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം. ഈ ശംഖുപുഷ്പത്തിൽ നിന്ന് ചെമ്പരത്തി പൂവിലേക്കുള്ള ദൂരം അളക്കാൻ പറ്റാത്തതാണ്. ഇങ്ങനെയാണ് വയലാർ ഇതൊക്കെ സഞ്ചയിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ പാട്ടിന്റെയും ഓരോ വരിയിൽ നിന്ന് ദൂരെ ദൂരെ സഞ്ചരിക്കണം. കാറ്റിൽ, ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. അത് എവിടെയും സംഭവിക്കാം. പക്ഷെ ആ കാറ്റ് വരുന്നത് പണ്ട് മാലിനി തീരത്ത് ശകുന്തള പാടിയ പാട്ടിൽ നിന്നാണ്.
പണ്ട് ഗോപികൾ പാടിയ പാട്ടിൽ അപ്പൊ വൃന്ദാവനത്തിൽ നിന്നും അയോധ്യയിൽ നിന്നുമൊക്കെ വരുന്ന കാറ്റിനെയാണ് വഴിതിരിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. വയലാറിന്റെ ഒരു കാറ്റ്, വയലാറിന്റെ ഒരു പൂവ്, വയലാറിന്റെ ഒരു നിശ്വാസം, വയലാറിന്റെ ഒരു വാക്ക്, വയലാറിന്റെ ഒരു കൽപ്പന അനന്തയുഗങ്ങളുടെ സംസ്കൃതിയാണ്. ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിന്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങിയെന്ന് ചങ്ങമ്പുഴ എഴുതും. നേരിട്ടത് പറയില്ല. മഞ്ഞിൽ മനോഹര ചന്ദ്രികയിൽ മുങ്ങി മറയ്ക്കാതെ എന്നനുരാഗമം ഓടിത്തൾ പൂവിലെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി വന്നു നീ കിടന്നുറങ്ങി. ഈ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങുന്ന കാമുകൻ. എത്രയോ ഉദാഹരണങ്ങൾ ഇങ്ങനെ. ഒരിക്കലും വയലാർ രാമവർമ്മ ഒരു കാമുകയെയും മോശമായി അഭിസംബോധന ചെയ്തിട്ടില്ല, അല്ലേ? ചക്രവർത്തിനി എന്നാണ് കാമുകിയെ ഇത്രയും നന്നായി അഡ്രസ് ചെയ്തൊരു കാമുകനെ കാണുന്നത്. ചക്രവർത്തിനി, നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ഏതൊരു സ്ത്രീ ആ പാട്ട് കേട്ടാൽ പ്രേമിച്ചു പോകും, അത്രമേൽ, അല്ലേ? ചക്രവർത്തിനി, നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാതകം പുറത്തു വെക്കൂ, നീ നഗ്ന പാതയായി അകത്തു വരൂ. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമകാലമേന്തി വരവേൽക്കും. പഞ്ചലോഹ മണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ ഊക്കും. ഇങ്ങനൊരു വരവേൽപ്പ് ഏതെങ്കിലും കാമുകൻ നൽകിയിട്ടുണ്ട്? ഇപ്പോ ഈ ആർക്കായിരിക്കും എനിക്ക് പറയാനും വിഷമം. ഇപ്പോ കാമുകിയെ രാക്ഷസി എന്ന് സംബോധന ചെയ്ത് ആദ്യമായി പാട്ടുണ്ടായത് മലയാളത്തിലാണ്. എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. മലയാളത്തിലാണ് ആദ്യമായിട്ട് കാമുകിയെ രാക്ഷസി എന്ന് സംബോധന. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ മാനേജറുടെ റൂമിൽ ഇങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ പുറത്തു പോയതാണ്. ഒരു 12 തവണ അടിച്ചപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ രാക്ഷസി കോളിംഗ് എന്നാണ് വരുന്നത്. അപ്പം അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറിനെ ഒരു രാക്ഷസി കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട്. അയ്യോ, അവൾ ഇങ്ങോട്ട് വിളിച്ചോ. അപ്പൊ രാക്ഷസി എന്ന് കാമുകിയാണ് അദ്ദേഹം കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാമുകിയെ രാക്ഷസി എന്ന് കോടിയ മാത്രമല്ല, കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ ഒരു പ്രേമകാരൻ. ആർക്കേത് എഴുതിയത്? ആർക്കെ രവിവർമ്മ ചിത്രത്തിൽ രതിഭാവമേ, രഞ്ജിനി രാഗത്തിൽ രോമാഞ്ചമേ, സർപ്പ സൗന്ദര്യമേ, നിന്നിലൻ പൗരുഷം സംഗമപ്പൂവിടർത്തും പ്രേമത്തിൻ കുങ്കുമപ്പൂവിടർത്തുമെന്ന് വയലാർ പാരമ്പര്യത്തിൽ നാണ്യപ്പെട്ട ഒരു പാട്ടെഴുത്തുകാരനും കവിയുമായിരിക്കുന്ന ആർക്കേതാണ്. ഇതിന് പാട്ടെഴുത്തുണ്ട് ആർക്കെ. അതായത് കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിടും, പ്രേമം മൂത്താൽ കാമുകൻ കാമുകിയെ പീസാക്കി തട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാമുകന്മാരൊക്കെ കുത്തിക്കൊല്ലുന്നത്, അല്ലേ? സകലമാന കാമുകന്മാരും കാമുകിമാരെ കുത്തിക്കൊല്ലുന്ന കാലമാണ്. പ്രേമ കുത്താണ്. ഈ പുതിയ പാട്ട് കേട്ട് വളർന്നാലത്തെ ഒരു കുഴപ്പം കുട്ടികളെ നിങ്ങൾ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാമുകിമാർ ജ്യൂസ് കൊടുത്ത് കൊല്ലാൻ തുടങ്ങിയിരുന്നു. അത് നിന്നുപോയി. അപ്പൊ ഈ പ്രണയം ഹിംസാത്മകമാകുന്ന ഒരു കാലത്താണ് പുതിയ സമൂഹം കുട്ടികൾ ജീവിക്കുന്നത്. ഇപ്പൊ ജൻസി തലമുറയ്ക്കും വയലാറിനെ വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിമനോഹരമായ പ്രണയ സങ്കല്പങ്ങൾ. കാമുകിമാരെ ചക്രവർത്തിനി, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. പ്രേമ ഭിക്ഷുകി, പ്രേമ സർവസ്വമേ നിന്റെ പ്രമദവനം ഞാൻ കണ്ടു. അതിൽ മദനൻ വളർത്തും മാനിനെ കണ്ടു, മതിരോത്സവം കണ്ടു. ഇങ്ങനെ വയലാറിന്റെ വരികളിലെ പ്രണയസങ്കല്പങ്ങൾ എടുത്താൽ എത്ര മനോഹരമായിട്ടാണ് ആ പ്രണയങ്ങളെ നിബന്ധിച്ചിരിക്കുന്നത്. അത് കാളിദാസ കൽപ്പനകളിൽ നിന്നാണ്, അത് പക്ഷേ ബൈബിളിൽ നിന്നാണ്, അത് ലോകത്തുണ്ടായ എല്ലാ പ്രണയ കൽപ്പനകളിൽ നിന്നും കൂടി കടം കൊണ്ട് മലയാളിയെ എൻട്രിച്ച് ചെയ്ത പാരമ്പര്യം. പ്രണയ കവിതകളിൽ, സമര കവിതകളിൽ, ജീവിത കവിതകളിൽ ജീവിതം തന്നെയാണ് അദ്ദേഹം പാട്ടായിട്ട് അവതരിപ്പിച്ചത്. ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ. പോകൂ മരണമേ പോകൂ, നിന്നെ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് മരണമില്ല എന്നൊരു സിനിമ പാട്ട് എഴുതി വെച്ചിരിക്കുക. വാസാംസു ജീർണാനി യഥാ വിഹായ എന്ന ഭഗവത്ഗീതയിലൊരു വാക്യമുണ്ട്. വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ട് പുത്തൻ ധരിക്കുന്നത് പോലെയാണ് മരണം. പക്ഷെ നിന്റെ ഏകാന്തതയിൽ വന്ന് ഉടുതുണി മാറാൻ എനിക്ക് മനസ്സില്ല എന്ന് മരണത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ച കവിയാണ്. ഒരു തരം പാരമ്പര്യങ്ങളല്ല, നാട്ടുപാരമ്പര്യങ്ങൾ. മേലെ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകം നെഞ്ഞൊരു 4 കെട്ട്. ഇത് നാട്ടുപാരമ്പര്യ.
ഏനവിടെ ചെന്ന് പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചേ, ഏനവിടെ ചെന്ന് പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ, അരത്തൊണ്ട് കള്ളും തിന്ന് കൊല്ലാക്കൊല ചെയ്യണയ്യോ എന്ന് പറയുന്നൊരു പഴയ പാട്ടിൽ നിന്നാണ്. വെട്ടാക്കുളമവൻ വെട്ടിച്ചു, കെട്ടാപ്പുരയവൻ വെട്ടിച്ചു, വിത്ത് വിതച്ചാൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കലപ്പ കൊണ്ട് ഉരുകിട്ടു. ഈ നാട്ടുപുരാവൃത്തങ്ങൾ കടലിനക്കര പോണവരെ, കാണാപ്പൊന്നിന് പോണവരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? അതിൽ 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ നാണത്തിന്റെ മുത്താണ് കൊണ്ടുവരുന്നത്. നമുക്കിത് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയുടെ പാട്ടാണ്. ഇത്രയൊക്കെ സങ്കല്പിക്കാൻ മത്സ്യത്തൊഴിലാളിക്ക് ശേഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിരൂപകന്മാരുണ്ട്. ഇത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ അങ്ങനെ പിശുക്ക് വേണ്ട, നമ്മളെക്കാൾ മനോഹരമായിട്ട് സങ്കല്പിക്കാൻ കഴിയുന്നവരാണ് ഈ സാധാരണ തൊഴിലാളികൾ. അല്ലെ, കുന്നത്ത് നിന്നതാ ചൂട്ട് കാണുന്നു, കുഞ്ഞപ്പൂവിന്റെ അച്ഛനും മറ്റാരാണ്. നാടൻപാട്ടിലെ കൽപ്പനകളൊന്നും നോക്കൂ. വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ, കുരുത്തോലയായതിൻ വർണ്ണം പോലെ, ഉണ്ണിക്കുരുവിന്റെ വർണ്ണം പോലെ, കുന്നത്ത് വെച്ച വിളക്ക് പോലെ, ഇതൊക്കെ നാടൻപാട്ടിലുള്ളതാ. ഇതിനൊക്കെയാണ് ഒരു പക്ഷെ വയലാറിൽ പല രീതിയിൽ വീട്ടിൽ ജനിച്ചോരെല്ലാം അതിൽ മുഴുവൻ ഈ വടക്കൻ പാട്ടിലെ ഉപകളാണ്. വെള്ളോട്ട് വലക്കടയിട്ട് കമ്പലിട്ടു, വയനാടൻ കുന്നുകൾ റൗക്കയിട്ടു. അതിലൊക്കെ ആ പാട്ടുകൾ മുഴുവൻ കദളി വനങ്ങൾ കരിക്കിലല്ലോ കടത്തനാടൻ കടലി. കുഞ്ചാക്കോയ്ക്ക് വേണ്ടി എഴുതി കൊടുത്ത വടക്കൻ പാട്ടുകൾ മാത്രം നോക്കിയാൽ അതിൽ മുഴുവൻ ഈ നാട്ടു വടക്കൻ പാട്ടുകൾ ഓർമ്മയാണ്. കുന്നത്ത് നിന്നതാ ചൂട്ട് കാണുന്നൊരു പാട്ടിൽ നിന്നാണ് കുന്നൂറത്തൊരുമിന്നലാട്ടം കുഞ്ഞുണരം വീണി കുഞ്ഞുണര് കുന്നത്തെ ദേവരു അമ്പിളി മാമനു കുഞ്ഞിൻ്റച്ഛൻ ആരാരോ 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 ആരാരോ. ഒരു നാടൻ പാട്ടിൽ നിന്നാണ് ഈ പാട്ടുണ്ടാകുന്നത്. അന്നതൊരു ഗുണമുണ്ടായിരുന്നത് ഇതൊക്കെ കമ്പോസ് ചെയ്യുന്നത് കെ രാഘവനെ പോലെയും MS ബാബുരാജിനെ പോലെയും ദേവരാജൻ മാസ്റ്ററെ പോലുള്ള ആളുകളാണ്. ഈ മധ്യ തിരുവിതാംകൂർ തൊട്ട് തെക്ക് വരെയുള്ള എല്ലാ നാടൻ പാട്ടുകളുടെയും ഈണങ്ങൾ സ്വായത്തമാക്കിയ ഒരാളായിരുന്നു ജി ദേവരാജൻ മാസ്റ്റർ. ഇപ്പൊ വെറുതെ പാട്ട് എഴുതി കൊടുത്താൽ പോലും അതിന് കൊടുക്കുന്ന ഹമ്മിങ് നമ്മളിപ്പോ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. പാട്ടിന്റെ വരികൾ എഴുതാൻ കഴിയാഞ്ഞിട്ടല്ല, ചില ഭാഗങ്ങൾ ഹമ്മിങ് കൊണ്ട് മാത്രമാണ് പൂരിപ്പിക്കുന്നത്. ഇവിടെയോരോ ജീവതരംഗവും ഇണയെത്തേടും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ ഓ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. ആ പാട്ടില് ഈ ഹമ്മിങ് പാട്ടിന്റെ ശരീരം പോലെ തന്നെ ചേർക്കുക. ഇതാണ് ആ കാലത്തിന്റെ സവിശേഷത. അതിലെ വരികളുടെ ഒരു സവിശേഷതയൊക്കെ പറഞ്ഞ തീരത്താണ്. ഇവിടെ ഓരോ ജീവതരംഗവും ഇതളിട്ടുണകും രാവിൽ നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രം എഴുതും നിലാവിൽ എന്നൊരു ചരണം വാർത്തിട്ട് അതിന്റെ ആശയത്തിന് അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു ചരണം അതേ മീറ്ററിൽ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഓരോ മാംസപുഷ്പവും ഇതളിട്ടുണരും രാവിൽ നഗ്നയാം ഭൂമിയെ തട്ടുടുപ്പിക്കുവാൻ ഉടയാട നെയ്യും നിലാവിൽ. ഇതാണ് അസാമാന്യമായ സ്റ്റാമിന ആവശ്യമുള്ള വയലാർ ഗാനരചനയുടെ രസതന്ത്രം. ഇപ്പൊ ആർക്കെയൊക്കെ പിൽക്കാലത്ത് പാട്ടെഴുതിയ ഒരാളാണ്. വയലാറുണ്ടാക്കിയ വെല്ലുവിളി ചെറുതായിരുന്നില്ല. വയലാർ ഒരു പല്ലവിയും അനുപല്ലവിയും ഒരു ചരണവും വാർത്ത് രണ്ടാം ചരണം ഉണ്ടാക്കുന്ന ഒരു സവിശേഷമായ ക്രാഫ്റ്റ് അത് പിന്തുടരാൻ പിൽക്കാലത്ത് കവികൾ കഷ്ടപ്പെട്ടു. ഒരുപക്ഷെ
ഭാസ്കര മാഷെ പിന്തുടരാൻ എളുപ്പമാണ്. ഭാസ്കര മാഷ് നാട്ടുഭാഷയാണ് ഉപയോഗിച്ചത്. മോശം പാട്ടെഴുത്തുകാരനായിരുന്നില്ല, നല്ല പാട്ടെഴുത്തുകാരൻ തന്നെയായിരുന്നു. പക്ഷേ കുറെ കൂടി പിന്തുടരാൻ എളുപ്പമാണ്. പക്ഷെ വയലാറിൻ്റെ ഒരു രീതി പിന്തുടരുന്നത് എളുപ്പമായിരുന്നില്ല. ഒരു ഒറ്റ പാട്ട് മാത്രം ഞാൻ പറയാം. ആധുനിക മലയാള സാഹിത്യത്തിൽ എന്നല്ല, ലോക സാഹിത്യത്തിൽ ഒരു ഉപനിഷത്ത് പോലെയോ ഒരു വേദസംഹിത പോലെയോ ഒരു പാട്ടുണ്ട് വയലാറിൻ്റെ. പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ഇതൊരു പല്ലവി അനുപല്ലവിയാണ്. പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ഇത് വിസ്തരിക്കാൻ ദിവസങ്ങൾ വേണം. അതിനടുത്ത ചരണം, മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കും ഈ മൺമതിൽക്കെട്ടിനു മുകളിൽ, ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ ഇടം വലം നിൽക്കും തേരിൽ, സൗരയൂഥങ്ങളിൽ നീ വന്നു വിതയ്ക്കും സൗരഭ്യം എന്തൊരു സൗരഭ്യം കാലമേ, ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്ക് മാത്രം. ഈ ചരണം വെച്ച് അടുത്ത ചരണം നോക്കണം. സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കും ഈ സംക്രമ സന്ധ്യതൻ നടയിൽ, പ്രപഞ്ചം ചുണ്ടിൽ നിൻ നാമാക്ഷരവുമായി പ്രദക്ഷിണം വയ്ക്കും വഴിയിൽ, സ്വർഗദീപാവലി നീ വന്നു കൊളുത്തും സൗന്ദര്യം എന്തൊരു സൗന്ദര്യം കാലമേ, ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്ക് മാത്രം. ഇത് വിശദീകരിക്കണമെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും ഒരു പണ്ഡിതൻ സമസ്ത വിജ്ഞാന ശാഖകളും എടുത്ത് നിർദ്ധരിച്ച് പറഞ്ഞാലും, ഞാൻ പലയിടത്തും പറയാറുണ്ട് വയലാറിനെ ഒറ്റ പ്രസംഗം കൊണ്ടൊന്നും ചുരുക്കാൻ പറ്റില്ല. ഞാൻ പലയിടത്തും പറയാറുള്ളത് ഒരു വയലാർ സപ്താഹമൊക്കെയാണ് പരിഷത്ത് സംസ്ഥാനം. നമുക്ക് മറ്റ് സപ്താഹം കൊണ്ടൊന്നും ആള് നേരെയാവുന്നില്ല. ഒരു വയലാർ സപ്താഹം നടത്തി 7 ദിവസം വയലാറിനെ തന്നെ മനുഷ്യർ കേട്ടാൽ മനുഷ്യർ നന്നാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മനുഷ്യത്വത്തിലേക്ക് നയിച്ച് മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കാൻ പോകുന്ന സിദ്ധൌഷധമാണ് വയലാറിന്റെ കവിതകളും ഗാനങ്ങളും. അങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം വളരെ പ്രമുഖരായ ആളുകൾ ഇനിയും പ്രസംഗിക്കാൻ, എനിക്കാണെങ്കിൽ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരം വരെ അവിടെ നിന്നാലും പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ കേൾക്കുന്നവർക്കും സഹപ്രഭാഷകന്മാർക്കും നല്ല ബുദ്ധിമുട്ടാവും. നാളെ പരിഷത്ത് എന്നെ ഇനിയും പ്രസംഗിക്കാൻ വിളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ വിനയപൂർവ്വം എനിക്ക് പ്രിയപ്പെട്ട ഒരു വയലാർ പാട്ട് പാടിക്കൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഇതൊരു വിചിത്രമായ പാട്ടാണ്. ഞാൻ എൻ്റെ കൗമാരകാലത്ത് പ്രേമം മുളപൊട്ടിയ കാലത്ത് പാടി പഠിച്ചൊരു പാട്ടാണ്. ഈ ഒരു പ്രേമഗാനവും ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. ആർക്കെ കേട്ട് ശ്രദ്ധിച്ചിട്ടുള്ള മാനത്തു കണ്ണികൾ മയങ്ങും കയൽ. മാനത്ത് കണ്ണി എന്ന് പറഞ്ഞൊരു മത്സ്യമാണ്. ഈ തലയുടെ മുൾഭാഗത്ത് വെളിച്ചമുള്ള ഒരു മത്സ്യത്തിന്റെ പേര് വെച്ച്, മാനത്ത് കണ്ണി എന്നൊരു നാടൻ മത്സ്യത്തിന്റെ പേര് വെച്ച് ഒരു പ്രണയഗാനം ചരിത്രത്തിൽ ആദ്യമായി തുടങ്ങിയത് ഓർമ്മയാണ്. ആ പാട്ട് നിങ്ങൾ കേട്ട് കാണുന്നത് മാധവിക്കുട്ടി എന്ന സിനിമ വൈക്കം ചന്ദ്രശേഖരൻ ആര് എഴുതിയതാണ്. അതിൽ ജയചന്ദ്രൻ പാടിയൊരു പാട്ടാണ്. ഞാൻ പാടിയാലത് നേരെയാവില്ല, എങ്കിലും എൻ്റെ ആഗ്രഹം കൊണ്ട്, വയലാറിനോടുള്ള ഭക്തി കൊണ്ട്, വയലാറിനോടുള്ള കടുത്ത ആരാധന കൊണ്ട് ഈ പ്രസംഗം അവിടെ അവസാനിപ്പിക്കാമെന്നൊരു മോഹം കൊണ്ട് ആ പാട്ട് ഞാൻ ചൊല്ലാം. പിഴവ് പറ്റിയാൽ ഓർക്കണം. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ, പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂമൂടും കുറുനിരകൾ, കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു, കാറ്റിനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു.
മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ. പ്രിയ ചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം. 1000 കൈകളാൽ നുകരാനെന്തിനി ആതിര ചന്ദ്രനെ അനുവദിച്ചു. ചന്ദ്രനെ ഞാൻ ശപിച്ചു. അവൻ നിന്റെ ചെമ്പകമുഖശ്രീ ഒളിച്ചു. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ. അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ. 47 വർഷം മാത്രം ജീവിച്ച് കൊതി തീരാത്തൊരു നിമിഷത്തിൽ കൊതി തീരും വരെ ഇവിടെ സ്നേഹിച്ചു മരിച്ചവരുണ്ടോ എന്ന് വയലാർ ചോദിച്ചില്ലേ. സ്നേഹിച്ചു മതിയാകുന്നതിന് മുമ്പ് മരണം വന്ന് വിളിച്ചു കൊണ്ടുപോയി. നോക്കൂ, കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യാൻ വരികയാണ് വയലാർ എന്ന മേഘങ്ങൾ. ഇവിടുത്തെ കാറ്റിലും വെളിച്ചത്തിലും മേഘങ്ങളിലും മഴയിലും പുല്ലിലും പുൽത്തുരുമ്പിലും ആകാശത്തിലും നക്ഷത്രത്തിലും സൂര്യനിലും പൂർണ്ണ ബ്രഹ്മാണ്ഡ പ്രപഞ്ച മഹാമന്ദിരത്തിൻ്റെ ഓരോ അണുവിലും പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മഹാമന്ദിരത്തിൻ്റെ ഓരോ അണുവിലും വയലാർ എന്ന ഇന്ദ്രധനുസ്സിൻ്റെ തൂവൽ പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. അഭിവാദ്യങ്ങൾ.